എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 38ഓളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. +2 മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരുപാട് വേക്കൻസി ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ LD ക്ലർക്ക്, ഹെൽപ്പർ, ഗാർഡനർ, കൗബോയ്, ലിഫ്റ്റ് ബോയ്, റൂം ബോയ്, പ്ലംബർ, LD ടൈപ്പിസ്റ്റ്, ടീച്ചർ, വർക്ക് സൂപ്രണ്ട്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ആയ, മെഡിക്കൽ ഓഫീസർ, ഓഫീസ് അറ്റൻഡൻറ്റ്, സ്വീപ്പർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡ്രൈവർ തുടങ്ങി 38ഓളം പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ക്ഷേത്രാചാരത്തിലും ദൈവത്തിലും വിശ്വാസമുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ തസ്തിക നോക്കാം. ആദ്യത്തേത് ഹെൽപ്പർ തസ്തികയാണ്. കാറ്റഗറി നമ്പർ 2/2025 ആണ്. തസ്തികയുടെ പേര് ഹെൽപ്പർ. ദേവസ്വം വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 23,000 മുതൽ 50,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയം, കൂടാതെ വയർമാൻ ട്രേഡിലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KCBയിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സപ്ലൈ സ്ഥാപനത്തിലോ NMR തൊഴിലാളിയായി 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇതാണ് യോഗ്യത വേണ്ടത്. 7ാം ക്ലാസ്സും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 7ാം ക്ലാസ് വിജയം മാത്രം മതി. വേക്കൻസി 14 ആണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. പരീക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ് പരീക്ഷാ ഫീസ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 150 രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 28 ആണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് www.kdrb.kerala.gov.in ആണ്. എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയും അപേക്ഷിക്കേണ്ട സൈറ്റും ഇതുതന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദയാണ്. കാറ്റഗറി നമ്പർ 3/2025 ആണ്. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. 7ാം ക്ലാസ് മാത്രം മതി. 116 വേക്കൻസി ഉണ്ട്. പ്രായപരിധി 18 മുതൽ 36 വരെയാണ്. അപേക്ഷ ഫീസൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 4/2025 ആണ്. തസ്തികയുടെ പേര് ഗാർഡനർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയം, കൂടാതെ പൂന്തോട്ട പരിപാലനത്തിൽ അതായത് ഗാർഡനിങ്ങിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 1 വേക്കൻസിയാണുള്ളത്. അടുത്ത പോസ്റ്റ് കൗബോയി ആണ്. കാറ്റഗറി നമ്പർ 005/2025 ആണ്. ശമ്പളം ലഭിക്കുന്ന സെയിം തന്നെയാണ്. 23,000 മുതൽ 50,200 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ ദേവസ്വത്തിൽ കൗബോയി ആയി 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 30 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് ലിഫ്റ്റ് ബോയ് ആണ്. കാറ്റഗറി നമ്പർ 6/2025 ആണ്. വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. 9 ഒഴിവുണ്ട്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് റൂം ബോയ് ആണ്. കാറ്റഗറി നമ്പർ 7/2025. യോഗ്യത വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. 118 വേക്കൻസി ഉണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് പ്ലംബർ ആണ്. കാറ്റഗറി നമ്പർ 8/2025. ശമ്പളം ലഭിക്കുന്നത് 25,100 മുതൽ 57,900 വരെയാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് കൂടാതെ
ITI അല്ലെങ്കിൽ ITC പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. 6 വേക്കൻസി ഉണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 9/2025. ശമ്പളം ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ സ്റ്റോക്ക്മാൻ പരിശീലന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. വേക്കൻസി 2 ആണ്. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 1/1/2000 2/1/1985 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ എല്ലാ കാറ്റഗറിയിലും എല്ലാ തസ്തികയിലും SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അടുത്ത പോസ്റ്റ് വെറ്റിനറി സർജൻ ആണ്. കാറ്റഗറി നമ്പർ 10/2025. ശമ്പളം ലഭിക്കുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് വെറ്റിനറി സയൻസിലുള്ള ബിരുദമാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് വെറ്റിനറി സർജൻ. ഒഴിവുകളുടെ എണ്ണം 3 ആണ്. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെ. ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് LD ടൈപ്പിസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 011/2025. ശമ്പളം 26,500 മുതൽ 60,700 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് KGTE അല്ലെങ്കിൽ MGTE. ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. ഇതാണ് യോഗ്യത വേണ്ടത്. 2 വേക്കൻസിയാണുള്ളത്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ഇതിൽ പരീക്ഷാ ഫീസിൽ വ്യത്യാസം വരുന്നുണ്ട്. 500 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി ആണെങ്കിൽ 250 രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത്. അടുത്തത് അസിസ്റ്റന്റ് ലൈൻമാൻ ആണ്. കാറ്റഗറി നമ്പർ 012/2025. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. വേക്കൻസി 16 ആണ്. പ്രായപരിധി 20 മുതൽ 36 വരെ. ഉദ്യോഗാർത്ഥികൾ 1/1/2005 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പരീക്ഷാ ഫീസ് 400 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് 200 രൂപ. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 400 രൂപയാണ്. അടുത്ത പോസ്റ്റ് കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാറാണ്. കാറ്റഗറി നമ്പർ 013/2025. ശമ്പളം ലഭിക്കുന്നത് 25,100 മുതൽ 57,900 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നോ ഏതെങ്കിലും തന്ത്രവിദ്യാലയത്തിൽ നിന്നോ ലഭിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റ്. കൂടാതെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ശാന്തി തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം. 12 ഒഴിവുണ്ട്. പ്രായപരിധി 20 മുതൽ 45 വരെയാണ്. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 150 രൂപയാണ്. ഈ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അടുത്ത പോസ്റ്റ് ലാമ്പ് ക്ലീനർ ആണ്. കാറ്റഗറി നമ്പർ 014/2025. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. വേക്കൻസി 8. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. പരീക്ഷാ ഫീസ് 300 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് 150 രൂപ. അടുത്ത പോസ്റ്റ് കലാനിലയം സൂപ്രണ്ടാണ്. കാറ്റഗറി നമ്പർ 015/2025. ശമ്പള സ്കെയിൽ വരുന്നത് 50,200 മുതൽ 1,05,300 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. കൂടാതെ കൃഷ്ണനാട്ടത്തെയും അനുബന്ധ കലകളെയും കുറിച്ചുള്ള സമഗ്രമായ അറിവുണ്ടായിരിക്കണം. ശ്രീമദ് ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒഴിവ് 1 ആണ്. പ്രായപരിധി 25 മുതൽ 36 വയസ്സ് വരെ. ഇവിടെ അപേക്ഷാ ഫീസ് വരുന്നത് 1000 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് 500 രൂപ. അടുത്ത പോസ്റ്റ് ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ. ഇതാണ് തസ്തിക വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 17/2025. കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ യോഗ്യത വേണ്ടത് മലയാളം എഴുതാനും വായിക്കാനുമുള്ള കഴിവ്. കൂടാതെ സ്റ്റേജ് അസിസ്റ്റൻറ്റിൻ്റെ ജോലിയെക്കുറിച്ചുള്ള സമഗ്രമായ അറിവുണ്ടായിരിക്കണം. നല്ല ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വരുന്നത്.
പ്രായപരിധി 20 മുതൽ 36 വരെയാണ്. അടുത്ത പോസ്റ്റ് ടീച്ചർ മദ്ദളം വാദ്യ വിദ്യാലയമാണ്. കാറ്റഗറി നമ്പർ 20/2025. ഇതെല്ലാം കലകളോട് ബന്ധപ്പെട്ടിട്ടുള്ള തസ്തികകളാണ് വരുന്നത്. സാലറി 31,100 മുതൽ 66,800 വരെയാണ്. 7ാം ക്ലാസ് യോഗ്യതയും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് വർക്ക് സൂപ്രണ്ടാണ്. കാറ്റഗറി നമ്പർ 22/2025. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. യോഗ്യത വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി 10. പ്രായപരിധി 20 മുതൽ 36 വരെയാണ്. എക്സാം ഫീസ് 500 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 250 രൂപ. അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൂടാതെ DTP ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് 3 വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം. വേക്കൻസി 2 ആണ്. പ്രായപരിധി 20 മുതൽ 36 വരെ. പരീക്ഷാ ഫീസ് 600 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. സെയിം ക്വാളിഫിക്കേഷനാണ് വരുന്നത്. 3 ഇയർ എക്സ്പീരിയൻസ് കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലുള്ള പരിജ്ഞാനം കൂടി ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. കാറ്റഗറി നമ്പർ 027/2025. ശമ്പളം ലഭിക്കുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തത്തുല്യമാണ്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. 3 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. വേക്കൻസി 1. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെയാണ്. എക്സാം ഫീസ് 1000 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 500 രൂപ. അടുത്ത പോസ്റ്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആണ്. കാറ്റഗറി നമ്പർ 028/2025. ശമ്പള സ്കെയിൽ 31,100 മുതൽ 66,800 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. 2 വർഷത്തിൽ കുറയാത്ത കാലയളവിലേക്കുള്ള ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി പരിശീലനത്തിലെ നിർദ്ദിഷ്ട കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. വേക്കൻസി 1 ആണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദയാണ്. കാറ്റഗറി നമ്പർ 29/2025. ശമ്പളം ലഭിക്കുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ്. യോഗ്യത വേണ്ടത് BAMS ഡിഗ്രിയാണ്. വേക്കൻസി 2. പ്രായപരിധി 25 മുതൽ 40 വരെയാണ്. അടുത്ത പോസ്റ്റ് ആയയാണ്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ആയ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. കാറ്റഗറി നമ്പർ 30/2025 ആണ്. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. യോഗ്യത വേണ്ടത് 7ാം ക്ലാസ് വിജയം കൂടാതെ മികച്ച ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണം. വേക്കൻസി 6. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ഈ തസ്തികയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അടുത്ത പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 31/2025. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. വേക്കൻസി 2. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് സ്വീപ്പറാണ്. സ്കൂളിലായിരിക്കും വേക്കൻസി വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. കാറ്റഗറി നമ്പർ 032/2025. യോഗ്യത വേണ്ടത് 7ാം ക്ലാസ് വിജയമാണ്. വേക്കൻസി 2. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡർ ആണ്. കാറ്റഗറി നമ്പർ 033/2025. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. വേക്കൻസി 1. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. വേക്കൻസി 1. കാറ്റഗറി നമ്പർ 034/2025 ആണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് KG ടീച്ചറാണ്. കാറ്റഗറി നമ്പർ 035/2025. ശമ്പളം ലഭിക്കുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. യോഗ്യത വേണ്ടത് +2 കൂടാതെ
സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. വേക്കൻസി 2. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 037/2025. ശമ്പള സ്കെയിൽ 25,100 മുതൽ 57,900 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് വിജയം. കൂടാതെ LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വാഹനം ഓടിച്ച് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. വേക്കൻസി 4. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ഇനി ലാസ്റ്റ് വൺ വരുന്നത് മദ്ദളം പ്ലെയർ ആണ്. ക്ഷേത്രത്തിലേക്ക്. കാറ്റഗറി നമ്പർ 038/2025 ആണ്. യോഗ്യത വേണ്ടത് മലയാളം എഴുതാനും വായിക്കാനും ഉള്ള കഴിവ്. ബന്ധപ്പെട്ട കലയിൽ, അതായത് മദ്ദളത്തിന് 5 വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം. വേക്കൻസി 1. പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത്. 38 പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഇതിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 28 ആണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട, www.kdrb.kerala.gov.in ആണ്. പരീക്ഷ വഴിയാണ് നിയമനം വരുന്നത്. താല്പര്യമുള്ളവർക്ക് എക്സാം ഫീസ് അടച്ച് എക്സാം എഴുതി ജോലി നേടാവുന്നതാണ്. സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.